നമസ്കാരം. യുവാക്കളെ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്തതിന് 2 അൽ-ഖ്വയ്ദ ഭീകരരെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് ബംഗളൂരു NIA കോടതി. 2022 ഓഗസ്റ്റ് 30 രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. അതിവേഗ നടപടി തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ 2 ഭീകരർക്കും 7 വർഷം തടവും 51,000 രൂപ പിഴയുമാണ് ചുമത്തിയിരിക്കുന്നത്. അസം സ്വദേശിയായ അക്തൻ ഹുസൈൻ ലാസ്കർ, ബംഗാൾ സ്വദേശി അബ്ദുൾ അലി മുണ്ടൽ എന്നിവർക്കാണ് 7 വർഷത്തേക്കുള്ള തടവ് ശിക്ഷ ബംഗളൂരു NIA കോടതി വിധിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ഖൊറേസാൻ പ്രവിശ്യയിലേക്ക് യുവാക്കളെ ഭീകരവാദത്തിന് പരിശീലനത്തിന് അയക്കാനുള്ള ഗൂഢാലോചനയിൽ ഇവർക്ക് പങ്കുണ്ട് എന്ന കേസിലാണ് NIA കോടതിയുടെ ഭാഗത്തു നിന്നും സുപ്രധാന വിധി ഉണ്ടായിരിക്കുന്നത്. NIA അന്വേഷണത്തിൽ ഇരുവരും കുറ്റക്കാരാണ് എന്ന് ഇതിനോടകം തന്നെ തെളിയുകയും ചെയ്തിരുന്നു. രാജ്യത്ത് നിരോധിത സംഘടനയായ അൽ-ഖ്വയ്ദയ്ക്ക് വേണ്ടി ഇരുവരും നിരന്തരം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇന്റർനെറ്റിലൂടെ റിക്രൂട്ട്മെന്റ് ചെയ്തതായുള്ള തെളിവുകളും NIA കോടതി നിരത്തിയിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ ഖൊറേസാൻ പ്രവിശ്യയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിയെന്നും അവിടെ പരിശീലനം തേടാൻ ശ്രമിച്ചു എന്നും ഇരുവരും NIAക്ക് മുന്നിൽ മൊഴി നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ ശിക്ഷയും അതിവേഗം എടുക്കുന്ന ഒരു നടപടിയിലേക്ക് രാജ്യം കടന്നുപോയിരിക്കുന്നു. നമുക്കറിയാം, ജമ്മു കാശ്മീരിൽ ഉൾപ്പെടെ നേരത്തെ യുവാക്കളെ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രവണത നിരന്തരമായി ഉണ്ടായിരുന്നു. പക്ഷേ ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ട്രെൻഡ് കുറഞ്ഞു വരികയായിരുന്നു. എന്നാൽ ബാക്കിയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പിന്നീട് ഭീകരവാദികൾ കടന്നു കയറുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടി രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. പക്ഷേ NIAയുടെ നിരന്തരമായ അല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായ നിരീക്ഷണം ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഭീകരവാദ പ്രവർത്തനവും രാജ്യത്ത് അനുവദിക്കില്ല എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്ന അതിവേഗ നടപടി. ന്യൂസ് ഡെസ്ക് മലയാളം.